വലിയേച്ചി 70ാം ജന്മദിനം ആഘോഷിക്കുന്ന വലിയേച്ചിക്ക് ആരോഗ്യ സൗഖ്യങ്ങളും ജന്മദിന ആശംസകളും നേരുന്നു. ഹായ് വലിയേച്ചി, ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലസ് യു. ജന്മദിനം ആഘോഷിക്കുന്ന മേരി ചേച്ചിക്ക് ഞങ്ങൾ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ മേരി ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ മേരി ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ വലിയ മമ്മി, ഗോഡ് ബ്ലസ് യു. ഹാപ്പി ബർത്ത്ഡേ മേരി ആൻറ്റി. വിജി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൻറ്റിയുടെ 70th ബർത്ത്ഡേ ആണ്, അപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ ഓർമ്മയുള്ളതൊക്കെ പറയാം. സോ ഇറ്റ് ഈസ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം അവൾ തന്നെ എൻ്റെ വീടിനെക്കാട്ടും കൂടുതൽ ഞാൻ ആൻറ്റിയുടെ അടുത്താണ്, ഞങ്ങളുടെ വീട്ടിലാണ് കൂടുതൽ നേരം വേക്കിംഗ് അവേഴ്സ് അവിടെയാണ് കൂടുതലിരുന്നുള്ളത്. കുറേ സംസാരിച്ചിട്ടുണ്ട്. ആൻറ്റി എത്ര ജോലി തിരക്കിലായാലും ഞാനവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ നേരം ഉണ്ടാക്കും. പിന്നെ ആൻറ്റിക്ക് എത്ര ജോലി ഉണ്ടെങ്കിലും എത്ര വയ്യാണ്ടായാലും പള്ളിയിൽ പോവും. അതൊരു കാര്യം പഠിച്ചത് തന്നെ ഞാൻ ആൻറ്റീനെ കണ്ടു പഠിച്ചുള്ളത്. ഈ ഒരു എക്സ്ക്യൂസൊന്നും വേണ്ട. അതൊക്കെ എത്ര ടയേർഡായാലും എന്തെന്നെ ജോലി തിരക്കിലായാലും കുർബാന മാറ്റി വയ്ക്കില്ല, പ്രാർത്ഥന മാറ്റി വയ്ക്കില്ല. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ ലേൺ ഫ്രം യു, സംതിങ് പോസിറ്റീവ്. പിന്നെ വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് ഹർ ചിൽഡ്രൻ. സോ വട്ട് യു സേ. ആൻഡ് അവിടെ ഏത് സാഹചര്യത്തിലായാലും എങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തുന്നു അതനുസരിച്ച് അവർ ദേ വിൽ ബിഹേവ് അക്കോർഡിംഗ്ലി. അതൊരു കാര്യം പഠിച്ചു. സോ ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് പാർട്ട് of my family. Like I have literally grown up and all my teens I have spent with you all. Very glad and happy about that. Let's keep in touch. Bye. വലിയ മമ്മിക്ക് 70ാം പിറന്നാളിന്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ വലിയ മമ്മി. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ മമ്മി. Happy birthday to you. Happy birthday dear Mama. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ വലിയ മമ്മി. അമ്മച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഷീസ് മൈ ഗോഡ് മദർ. ജനനം തൊട്ട് ഇതുവരെയുള്ള എല്ലാ ഫോംസ് ഓർ സ്റ്റേജസ് ഓഫ് മൈ ലൈഫ് അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് അമ്മച്ചിയെ പറ്റി പറയാനാണെങ്കിൽ two great models in my life. They have showed me that life is a cycle. Struggles will come on and you have to put on efforts and hard work. It will go on and you can fight on. And that's my mom and my godmother. പിന്നെ അമ്മച്ചിയെ പറ്റി പറയാനാണെങ്കിൽ അമ്മച്ചിയുടെ കുക്കിംഗ് സ്കിൽസ്, അമ്മച്ചി എന്തുണ്ടാക്കിയാലും ഇറ്റ്സ് ആക്ച്വലി ഡിലീഷ്യസ്. ശരിക്കും പറയുകയാണെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്സ് മൈ ഗ്രാൻഡ് മോംസ് റെസിപ്പി. ഓക്കെ. And second thing is she's a great sister. Whenever my mom had some sorrows or something, they had fights as usual sisters have fights, but when she had a greater stand when my dad left, she was beside her, and that's something you can say she's a great sister. പിന്നെ അമ്മച്ചിയെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് അമ്മമ്മേക്കാളും കാര്യം വലിയമ്മീനെ ആയിരുന്നു. He always took her as his mom, and that stand he always gave her. And then to add us during our vacations, ammichira kude nikka kadikya masti chiya, it is always memories we can never forget. So heartfelt or from deep from my heart, happy birthday Vinyomi. മേരി ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ. 70ാമത്തെ ബർത്ത്ഡേയുടെ ആശംസകൾ. Let me switch to English to express my wishes for Chechi Chatan, Viju, Viji, their spouses and the grandchildren. Even if we do not communicate often, you are always in our prayers and our memories. I will never be able to forget the peace that Mary Chechi brought to me during a vital time in my life. For that I will be always grateful. Thank you.
have a blessed birthday. Job. Hi, Mary Velimichi. Many, many happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear Williamie. Happy birthday to you. Happy birthday, Villiandi. പ്രിയമുള്ള വെള്ളിയാഴ്ചയ്ക്ക് സപ്തതിയുടെ എല്ലാ ആശംസകളും ദൈവാനുഗ്രഹവും നേരുന്നു. ഹലോ വെല്ലുമ്മി, സുഖാണോ? വെല്ലുമമ്മിയെ ആയിട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. ഞാൻ കുഞ്ഞുനാള് തൊട്ട് ഞങ്ങളുടെ വെക്കേഷൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് പാണ്ഡുപ്പില. വെക്കേഷൻ തുടങ്ങിയാൽ ഞങ്ങൾ പാണ്ഡുപ്പിലേക്ക് ഓടും. ഇവര് ചെറുപ്പം തൊട്ട് ഞാൻ കണ്ടിരിക്കുന്നത് വെല്ലുമമ്മി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട്. അത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെ വെല്ലുമമ്മി ഇത്ര ജോലികൾ ചെയ്തിരുന്നേന്ന്. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പിന്നെ ആ വെല്ലുമമ്മി ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല. മുടങ്ങാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അതിന്റെ അനുഗ്രഹങ്ങളൊക്കെയാണ് കുടുംബത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ആരോഗ്യവും ആയുസ്സും നൽകട്ടെ. ഒരുപാട് സ്നേഹത്തോടെ വെല്ലുമമ്മിക്ക് ജന്മദിനങ്ങൾ ആശംസിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ വെല്ലുമമ്മി. Happy birthday, Villiammy. ഹാപ്പി ബർത്ത്ഡേ വെല്ലുമമ്മ. ഹാപ്പി ബർത്ത്ഡേ വലിയമ്മ. ഗോഡ് ബ്ലെസ് യു. ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ. എല്ലാ പ്രാർത്ഥനയും സൗഖ്യം ആരോഗ്യം ലഭിക്കുന്നതിന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. Happy birthday. തറവാട്ടിൽ താമസിക്കുമ്പോ വെല്ലിയാന്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടോ അത് കഴിഞ്ഞിട്ടോ കുറച്ച് നാള് തറവാട്ടില് താമസിച്ചിരുന്നു, റെസ്റ്റ് എടുത്ത് താമസിച്ചിരുന്നു. അപ്പോ ആ സമയത്ത് വെല്ലിയാന്റെ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ്, പറഞ്ഞു തന്നിട്ടുള്ള കഥകള്, ടൈം പാസ് കളിച്ചിട്ടുള്ള ചെറിയ കളികള്, അതൊക്കെയാണ് വെല്ലിയാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മാത്രം ഉണ്ടായ ഓർമ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും ചില ഓർമ്മകളുള്ളൂ. പിന്നെ എല്ലാവർക്കും കൂടിയുള്ള ഓർമ്മകളാണല്ലോ, എല്ലാവരും കൂടുതലാണല്ലോ. പണ്ട് ബോംബെയിൽ നിന്ന് നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടി കൂടുക എന്നുള്ളതാണ് അപ്പോഴത്തെ ഒരു ഉത്സവം. അപ്പോ വെല്ലിയാണ്ടിക്ക് 70ാം പിറന്നാളിന്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. വെല്ലുമമ്മിക്ക് ഞങ്ങളുടെ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വെല്ലുമമ്മി. Happy birthday, Villiammy. ഹാപ്പി ബർത്ത്ഡേ വില്ലേച്ചി. 100 വയസ്സ് വരെ ജീവിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വെല്ലിയേച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ അനവധി കാര്യങ്ങളുണ്ട്. സമയം ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് ഇതിനുള്ള അവസരം വന്നത്. പിന്നെ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ വളരെയധികം കഷ്ടതകളുടെ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം അപ്പനും അമ്മയും കുടുംബത്തിൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ട മേഖലയിലേക്ക് തിരിയുമ്പോൾ വീടിൻ്റെതായ എല്ലാ കാര്യങ്ങളും നോക്കി അന്വേഷിച്ച് എല്ലാവരും പാകപ്പിഴകളും നീക്കി ഞങ്ങളെ പരിപാലിച്ചു കൊണ്ടിരുന്ന ഞങ്ങളാലാവുന്ന ചെറിയ ചെറിയ കുഞ്ഞു സഹായങ്ങൾ ചേച്ചിക്ക് ചെയ്തു തരാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ ചേച്ചി എല്ലാ കഷ്ടതകളിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ ചേച്ചിക്ക് മൂത്തതായ കാരണം ഏറെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വലിയേച്ചി എന്നും ഇത്രയും കഷ്ടതകൾ ഉണ്ടായാലും ദിവസവും പള്ളിയിൽ പോകും. കാലത്തെ നേരത്തെ എണീറ്റ് എല്ലാ ജോലികളും കഴിച്ചേച്ച് പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് തിരിച്ചു വരും. ആ കുർബാനയ്ക്ക് നിൽക്കാൻ ഒരു പ്രത്യേക സ്ഥലം ചേച്ചിക്കുണ്ട്. അവിടെ നിന്ന് ഒരടി മാറില്ല, അവിടെ നിന്നാണ് എന്നും ബലിയർപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള മുഖം അപ്പോഴൊന്നും ഈ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് കണ്ടിട്ടില്ല. മനസ്സിനൊരു സന്തോഷം, അത് എപ്പോഴും ഒരു ദുഃഖപുത്രിയുടെ മുഖമാണ് എപ്പോഴും കണ്ടേക്കണേ. ദൈവം അനുഗ്രഹിച്ച് വറിസേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയി അവിടെ ജീവിതം ആരംഭിച്ചു. അതിലൂടെ കഷ്ടതകളിലൂടെയൊക്കെ കടന്നുപോയി. ഇന്ന് ദൈവം ആ കഷ്ടതകൾക്കുള്ള വലിയൊരു സമ്മാനം 2 മക്കള് ചേച്ചീനെ അത്രമാത്രം പുണ്യത്തോടെയാണ് ചേച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും. കിട്ടിയ മരുമകളായാലും ചേച്ചിയുടെ ഏറ്റവും വലിയൊരു സ്വത്താണ്. അതിപ്പോൾ എല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മോളാണ്. പിന്നെ ഞങ്ങൾ ബോംബെയിൽ ചെന്നപ്പോൾ ഞാനും എൻ്റെ മോനും എൻ്റെ മോൻ്റെ ഭാര്യ എല്ലാവരും കൂടി ബോംബെ ചെന്നപ്പോൾ ചേച്ചിയുടെ ആ ശ്രദ്ധ, ചേച്ചിയുടെയും ചേച്ചിയുടെ മരുമോളുടെയും ശ്രദ്ധ അത്രമാത്രം എന്താ വേണ്ടേ എന്ന് വെച്ച് എല്ലാം ഒരുക്കി കൊടുത്തും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തും അവളെ സ്നേഹിച്ച് പറഞ്ഞയച്ചു. ഞങ്ങൾ അതിനെല്ലാത്തിനും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ചേച്ചിക്ക്
ഉണ്ടാവട്ടെ. പിന്നെ പറയാനാണെങ്കിൽ കുറേ അധികം ഉണ്ട്, സമയമില്ലാത്തത് കൊണ്ട് പറയാണ്. ഈ ചേച്ചിക്ക് 1000 കോടി ജന്മദിനാശംസകൾ. ഇനിയും 100-100 വർഷം ജീവിച്ചിരുന്ന ആ 100 സെഞ്ചുറി അടിക്കുന്ന ആ ജന്മദിനം എല്ലാവരും സന്തോഷപ്രദമായി ആരോഗ്യത്തോടെ Many, many happy returns of the day, Miriam Mama. ഹായ് മേരി. മേരി ആൻറ്റിയുടെ ഓർമ്മകൾ എന്ന് അനു പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ടൊന്നും അങ്ങനെ പിടികിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് മമ്മി പറഞ്ഞ് അറിഞ്ഞ കുറച്ച് അറിവുകളാണ്. അതിൽ മെയിനായിട്ട് ഉള്ളത്, എനിക്ക് ചെറുപ്പത്തിൽ ചൊറി വന്നിട്ട് അത് മേരി ആൻറ്റി ആണ് എന്നെ തേച്ച് കുറച്ച് കുളിപ്പിക്കുന്ന ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്തത്. അന്നെടുത്ത വേദന ഞാനിന്ന് ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണ്. അന്ന് എന്തോരം വേദന ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇന്നാണെങ്കിൽ നല്ല ഇടിയും ചവിട്ടം എന്തെങ്കിലും കിട്ടിയാലേ. പിന്നെ മേരി ആൻറ്റി എന്നുള്ളൊരു വാക്ക് തന്നെ പറയുമ്പോൾ അമ്മാമ്മയുടെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അതെ, പിന്നെന്താ പറയാ, പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും 70ാം പിറന്നാൾ ആശംസകൾ. Happy birthday to you. Happy birthday, happy birthday, happy birthday, dear Mama. Hi, Vindeji. Happy birthday to you. ഒരേ അമ്മയെ പോലെ കാണുന്ന ചേച്ചി ബോംബെയിൽ വെച്ച് പാണ്ഡൂപ്പില് മക്കളെ പോലെ നോക്കിയിട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ സാവൂലൊരു കഞ്ഞി പാലൊഴിച്ച് തന്ന ആ നാക്കത്തിരിക്കുന്ന രുചി ഇപ്പോഴും പോവാതെ ഇരിക്കുകയാണ്. പിന്നെ വേഗം പറമ്പില് കഞ്ഞി കൊണ്ടുപോകണം. ദീർഘായുസ്, ഒരുപാട് കാലം ജീവിക്കാൻ ഇനി ദൈവം ഇടവരട്ടെ. വില്ലേജ് പഴയ പുതിയ വലിയ ഓർമ്മകൾ. നമ്മൾ പരിയാരത്തു നിന്ന് ഞാനും വില്ലേജും ചേട്ടനും അഗസ്റ്റിനും കൂടി കാടുവീട്ടിൽ അപ്പം കൊണ്ടുവന്നാക്കിയതും അപ്പാപ്പൻ്റെ കീഴിൽ നമ്മൾ താമസിച്ചതും എടത്തരപ്പള്ളി നമുക്ക് ഭക്ഷണം വെച്ച് തന്നതും ഹോമിയോ താമസിച്ച വീട്ടിൽ താമസിച്ച ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാണ്ട് ഇവിടുന്ന് പരിയാരം വരെ പൂവത്തെങ്കിൽ വരെ നടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ. ഒരു നാളിലൊരു ദിവസം നിങ്ങൾ 3 ആളും പോയി എന്നെ കൊണ്ടുപോകാണ്ട് പോയ ഒരു ഓർമ്മ. ആ പോയി പിറ്റേ ദിവസം തുടങ്ങി ഭയങ്കര വെള്ളപ്പൊക്കവും പരിപാടിയും. ഞാനിവിടെ ഒറ്റയ്ക്ക്, നിങ്ങളെല്ലാവരും അങ്ങോട്ടേക്കും പോയി. അങ്ങനൊരു ഓർമ്മകളും പരിപാടികളും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചെറുതോതിലുള്ള ഹോട്ടലൊക്കെ നടത്തിയിരുന്നു. ആ ഹോട്ടലിൽ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് ബസ്സുകാർ രാത്രിയിൽ ഊണ് കഴിക്കാൻ വരലും. അപ്പം വില്ലേജിൻ്റെ സാമ്പാറിനെ പറ്റിയുള്ള അഭിപ്രായം ഭയങ്കര ലഹരിയുള്ള സാമ്പാറാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പാപ്പൻ്റെ കട്ടിൻ്റെ അടിയിൽ കിടന്നുറങ്ങിയ രംഗങ്ങൾ, രാത്രിയിൽ പായ ചുരുട്ടി കിടന്നു ഉറങ്ങിയ രംഗങ്ങളും ഇപ്പോഴും നല്ല ഇതായിട്ട് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഓർമ്മകൾ അത്ര തന്നെ. വെല്ലേച്ചി ആദ്യമായിട്ട് തന്നെ ഞാൻ വെല്ലേച്ചിയുടെ 70ാം ജന്മദിനത്തിന് വാർഷികത്തിൻ്റെ ആശംസകൾ, ജന്മദിന ആശംസകൾ നേരുകയാണ്. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എഴുത്തിലൂടെയാണ് നമ്മൾ കൂടുതലും ആ സമയങ്ങളിലൊക്കെ പരിചയപ്പെട്ടത്. അത് ഒരു എഴുത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് പിടിക്കുകയായിരിക്കും അവിടെ എത്താനായിട്ട്. എങ്കിലും സുഖവിവരങ്ങളൊക്കെ അറിഞ്ഞതും ഒക്കെ അന്നാളുടെ എഴുത്തിലൂടെയാണ്. അത് കഴിഞ്ഞ് ചേച്ചീനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം നല്ലൊരു ചേച്ചിയായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു സ്നേഹം ഉള്ളൊരു ചേച്ചിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ പെരുമാറ്റത്തിലും എനിക്ക് ചേച്ചീനെ ഒത്തിരി ഇഷ്ടമായി. പിന്നെ എനിക്ക് ഓർമ്മ അന്ന് വർഗീച്ചേട്ടൻ ഫോറിനിൽ പോയി വന്നപ്പോൾ എല്ലാവർക്കും സാരി വന്നതും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയതും വളരെ വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണങ്ങൾ വെച്ച് നമ്മൾ ഒത്തൊരുമയോടുകൂടി നല്ലൊരു ഓണം ത്തിൻ്റെ പ്രതീതിയായിട്ട് നമ്മൾ പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞതൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ വലിയ മമ്മി. ഹായ് വില്ലേജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് വില്ലേജ് വിവാഹിതയായി പോയി.
അപ്പോൾ അതുവരെ ശരിക്കും എൻ്റെ അമ്മയായിരുന്നു എന്ന് എല്ലാവരും പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല ആ കാര്യങ്ങളൊന്നും. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് വലിയേച്ചി നാട്ടിൽ വരുമ്പോഴുള്ള കാര്യങ്ങളാണ്. കളർഫുള്ളായിരിക്കും. വലിയേച്ചിയും കുടുംബവും നാട്ടിൽ വരുമ്പോൾ വളരെ കളർഫുള്ളായിരിക്കും. വലിയേട്ടനടക്കം എല്ലാവരും വീട്ടിലുണ്ടാകും. സദാസമയം വീട്ടിൽ നല്ലൊരു എനർജി ആയിരിക്കും. എല്ലാവരും വന്ന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷവും അതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാവുന്ന നമുക്കൊരു മെമ്മറി ആയിട്ട് നിൽക്കാവുന്നൊരു സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞ് വലിയ വരുമ്പോൾ കുട്ടികൾ കൂടി ഉണ്ടാവും. വിജു വിജി അവർക്ക് ചെറുത് ആയിട്ട് അവരെ കൊണ്ടു നടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോലിക്കായിട്ട് മുംബൈക്ക് വന്നതും അവിടെ നിന്ന് എല്ലാ വ്യാഴാഴ്ചകളിലും ഓടി കതച്ച് പാണ്ഡുപിരിക്കുള്ള വരവും. എന്നിട്ട് രാത്രി കിടന്നുറങ്ങി ഒരു ബ്ലാങ്കറ്റിലായി ഞാനും വിജുവും ഒന്നിച്ച് കിടന്നുറങ്ങുന്നത്. അതിനുശേഷം വെളുപ്പിന് വിജു പോലും അറിയാതെ എല്ലാം തട്ടി ഉണർത്തി ജോലിക്ക് വിടുന്ന കാര്യങ്ങളും. അത് നല്ല തണുപ്പുള്ള സമയമായിരുന്നു. എനിക്ക് ഡിസംബർ ആ സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരോ ഓർമ്മകൾ, എന്നും നല്ല ഓർമ്മകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വലിയേച്ചി നല്ലൊരു ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വലിയേച്ചി. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചി. മേരി, 1972 നവംബർ 19 ഓർമ്മയുണ്ടോ? അന്ന് ഞങ്ങളുടെ വിവാഹം. അന്ന് കല്യാണം കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോൾ ഞാൻ കാറിലേക്ക് കയറുന്ന സമയത്ത് മേരി ആ പള്ളിയുടെ വടക്ക് വശത്തെ വാതിലിൻ്റെ നേരെ നിൽക്കുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ദേ അത് ആണ് എൻ്റെ മൂത്ത പെങ്ങൾ അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പേര്? മേരി. അപ്പോൾ ഇങ്ങോട്ട് വിളിക്കുമെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചു. മേരീനെ എന്നെ വിളിച്ചു. എന്നിട്ട് കാറിലേക്ക് കയറ്റി. അത് ഓർമ്മയുണ്ടോ? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പോൾ ബാബു ഓടി നടക്കുന്ന പ്രായം. ഓടി നടക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ ചോദിച്ചു, ഇത് മോളുടെ മകനാണോ എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോ? എൻ്റെ മോനല്ല, ഇത് എൻ്റെ ആങ്ങളെ കൊച്ചാണ്, ഏറ്റവും ഇളയ ആങ്ങളെയാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 3-5-6 മാസം കഴിഞ്ഞപ്പോൾ ബാബു ഒരു ദിവസം ഇങ്ങനെ ഓടി നടന്ന്, നമ്മളാരും കണ്ടില്ല. കിണറന്ന് കെട്ടിയിട്ടില്ല. കിണറിൻ്റെ വക്കത്ത് കിണറിൻ്റെ ഉള്ളിലേക്ക് കാലും നീട്ടിയിരുന്ന് കാലാട്ടിയിരുന്നിട്ട് വെമ്മിച്ചൂച്ചി, വെള്ളമോമ്പറങ്കിയുടെ വെമ്മിച്ചൂച്ചി കണ്ടു വിളിച്ചു. പറഞ്ഞു, മേരി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. പതുക്കെ മിണ്ടാണ്ട് ചെന്ന് ബാബുവിനെ വട്ടം എടുത്തു കൊണ്ടുവന്ന ആ രംഗം ഓർക്കുന്നുണ്ടോ? അങ്ങനെ പഴയ കാലങ്ങൾ നമുക്ക് അയവിറക്കാം. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ഐ വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ. ഹായ് വലിയേച്ചി. 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വലിയേച്ചിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു. പിന്നെ ഓർമ്മയിൽ പറയാനാണെങ്കിൽ വലിയേച്ചി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം വലിയേച്ചിയുടെ കൂട്ടുകാരി വേറോനിക്ക ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നെ വിളിപ്പിക്കാറുള്ളതും മിഠായി വാങ്ങിക്കാറുള്ളതും വലിയേച്ചിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ മിഠായിയുടെ രുചി ഇന്നത്തെ മിഠായിക്ക് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത് വലിയേച്ചി. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് കുഞ്ഞാങ്ങള. ഹായ് വലിയേച്ചി. എൻ്റെ ഓർമ്മയിൽ വലിയേച്ചി ഞങ്ങളുടെ വിവാഹത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ചേച്ചി വീട്ടിലേക്ക് വന്നത്. അപ്പോഴുള്ള സ്നേഹവും ഇഷ്ടവും എഴുത്തുകളിലൂടെയാണ് ഞാൻ അറിഞ്ഞിരുന്നത്. ഞങ്ങളുടെ എല്ലാമായി പ്രിയപ്പെട്ട വലിയേച്ചിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ 70-ാം പിറന്നാൾ ആശംസകൾ. നമസ്കാരം. വെല്യാൻ്റിക്ക് സപ്തതിയുടെ നിറവിൻ്റെ എല്ലാവിധ ആശംസകളും. വെല്യാൻ്റിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഒരു ഫീലാണ് ആദ്യം പറയാനുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മ വെച്ച് തുടങ്ങിയ നാൾ തൊട്ട് അമ്മാമ്മയുടെ പോലെ തന്നെ ആ സ്ഥാനത്ത് തന്നെ നമ്മൾ കണ്ട് നിന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ അപ്പന്മാരായാലും ഇളയപ്പന്മാർ, വലിയപ്പന്മാരും അമ്മായിമാരൊക്കെ അമ്മൂമ്മയ്ക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടെ തന്നെ
വല്യേച്ചി എന്ന് പറഞ്ഞാണ് അന്ന് എല്ലാവരും സംസാരിച്ചിരുന്നത്. അപ്പം അന്ന് തൊട്ട് നമുക്ക് ആ ഒരു പ്രാധാന്യം മനസ്സിലിങ്ങനെ നിന്നായിരുന്നു. പിന്നെ മാത്രമല്ല ഇപ്പം അമ്മൂമ്മ പോയി എങ്കിലും ഇപ്പം ഒരു ചട്ടിമുണ്ടെടുത്ത് വല്യാൻ്റെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അമ്മാമ്മ തന്നെയാണ്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടാവും. പിന്നെ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന 2 സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ ബോംബെയിൽ നിന്ന് ആൾക്കാരുകൾ വരുമ്പോൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിരുന്ന ആൾക്കാരിൽ ഒരാളാണ് വല്യാൻ്റെ. ശരിക്കും അമ്മൂമ്മ ബാബുപ്പാപ്പനെ പ്രസവിച്ച് കിടക്കുമ്പോൾ റോസിലാൻറ്റീനെ ഒക്കത്തിട്ട് പാടി ഉറക്കേണ്ടിയിരുന്നത് വല്യാൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അത്ര വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു തറവാടിൻ്റെ ഒരു ഇമേജ്, അതുമാതിരി തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഫീല് തരാനായിട്ട് വല്യാൻ്റിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ രസകരമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടാക്കുന്ന സമയത്ത് തലൂരൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ ഇത്തിരി പഴവും ബ്രെഡും വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തലൂർ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് വരിയാൻ്റെ ഇറങ്ങുന്ന സമയത്ത് പറയാം, അയ്യോ ഞാൻ ചെരുപ്പിട്ടല്ല. അങ്ങനെ അന്ന് തലൂർ വെച്ച് ഞങ്ങളൊരു കടയിൽ കയറി ചെരുപ്പ് വാങ്ങിച്ച് കിട്ടിട്ടാണ് വല്യാൻ്റെ അന്ന് ബോംബെക്ക് തിരിച്ചു പോയത്. അങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പലരും ഇതിനോടകം ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഈ പഴയ കഥകൾ, ഫ്ലാഷ് ബാക്കുകൾ കേൾക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇവരുടെ പിന്നാലെ നിന്ന് ചോദിച്ച് ഇങ്ങനെ പഴയതൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ പഴയ കഥകൾ പറഞ്ഞു തരാനും വല്യാൻ്റെ ഒരു മിടുക്കിയായിരുന്നു. എനിക്കങ്ങനെ വല്യാൻ്റിനെ ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ബോംബെയിലേക്ക് ചെല്ലുമ്പോഴാണ്. ആദ്യമായിട്ട് കാണണമെന്നുള്ളൊരു ഫീലിംഗ് എനിക്കപ്പോൾ തോന്നിയില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള പോലെ അതുപോലെയായിരുന്നു വല്യാൻ്റി എന്നോട് ഇടപഴകിയിരുന്നത്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വല്യാൻ്റിക്ക് എൻ്റെയും ചിന്നുവിൻ്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. സ്നേഹം നിറഞ്ഞ വല്യമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ആന്റി. ഹാപ്പി ബർത്ത്ഡേ മാമ. ഹാപ്പി ബർത്ത്ഡേ മാമ. വല്യേച്ചിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ചെറുപ്പത്തിലേ തുടങ്ങി ചേച്ചി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂട്ടുകുടുംബമല്ലായിരുന്നേ. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മകൾ മുഴുവൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് മണിക്കൂറുകൾ പിടിക്കും പറയണമെങ്കിൽ. അപ്പോൾ ഈ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് മറ്റേ പള്ളിയിൽ ഞായറാഴ്ച വേദാശം ചേച്ചി എടുത്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 2 ആഴ്ച വേദാശത്തിന് പോയി 3ാമത്തെ ആഴ്ച പോണെങ്കിൽ എന്റെ ക്ലാസ് വേദാശത്തിന് ടീച്ചറോട് ചേച്ചിക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ വേദാശത്തിന് പോകുള്ളൂ. അപ്പൊ ചേച്ചി പറയുകയും ചെയ്യും, പിന്നെ ടീച്ചറൊന്നും മിണ്ടില്ല. അവിടെ പോയിരുന്ന് പോയി വരുമ്പോ ചേച്ചിയുടെ ഒരു ചിരിയോടുകൂടെ വരാമെന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഇപ്പൊ വിശേഷ ദിവസങ്ങളൊക്കെ ക്രിസ്മസ്, ഈസ്റ്റർ അല്ലെങ്കിൽ തിരുനാളുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ എണ്ണം കൂട്ടി ഉണ്ടാക്കാനും അത് വളരെ വിഭവസമൃദ്ധമായിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ചേച്ചി ഒരുപാട് അന്ന് താല്പര്യം എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് അമ്മ മരിച്ചിട്ട് ചേച്ചി ബോംബെക്ക് എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബോംബെക്ക് പോണ സമയത്ത് കാറിൽ കയറി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എല്ലാവരുമായിട്ട് പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും നല്ല സ്നേഹത്തിലെ ഐക്യത്തിലൊക്കെ കഴിയണം. അതാണ് ഞങ്ങൾക്കൊക്കെ അവിടെ ഇരിക്കുമ്പോൾ സന്തോഷം സമാധാനമൊക്കെ. അതൊക്കെ നമ്മളിപ്പോഴത്തെ നമ്മുടെ വീടുകളിൽ എത്രത്തോളം സ്നേഹത്തിലെ ഐക്യത്തിലെ പോണെന്നുള്ളത് നമുക്ക് മുഴുവൻ അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ എല്ലാം പഴയ രീതിയിൽ എല്ലാവരും ഐക്യത്തിൽ സ്നേഹത്തിന് വരുന്നതിന് വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. എനിക്ക് വലിയച്ഛനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ വറീസളി അന്ന് ഗൾഫിലാണ്. അത് അളിയൻ ലീവിന് വന്നപ്പോൾ വലിയച്ചും എല്ലാവരും കൂടി നാട്ടിൽ വന്നിട്ടുണ്ടായി. അന്ന് ബിജുക്കെ വളരെ ചെറുതാണ്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ എനിക്കൊരു ഇളം വയലറ്റ് കളർ ഒരു സാരിയാണ് അളിയൻ സമ്മാനമായിട്ട് തന്നത്. ഞാനത് ഇത്ര നാള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അത് വെള്ളത്തിൽ പോയി. അതുവരെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് ആന്റണിയും പിന്നെ 2ാം വട്ടം വന്ന് പരിഹാരത്തെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് അവിടേക്ക് വന്ന് വിളിച്ചുകൊണ്ട് പോന്ന് അളിയനും ചേച്ചിയും പിള്ളേരൊക്കെ പാടെ വന്ന് 2 ദിവസം അവിടെ ഇന്നത്തെ മാതിരി ഈ ഒറ്റ വീടുകളിലുള്ള സുഖ സൗകര്യങ്ങളൊന്നും അന്നില്ല. പക്ഷെ ആ ചെറിയ വീട്ടിൽ ഒതുങ്ങി അച്ഛന്റെ വീടാണ്. എന്നാലും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ട് വന്ന് അവിടെ നിന്ന് 2 ദിവസം താമസിച്ച് ഞങ്ങൾ കോഴിമരുന്നൊക്കെ വെച്ച് കഴിച്ച് സന്തോഷമായിട്ടാണ് തിരിച്ചു പോയത്. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് തന്നെ ഞങ്ങള്
അന്ന് അവര് വലിയച്ചൊക്കെ മടങ്ങി നാട്ടിലേക്ക് ബോംബെക്ക് പോകാൻ നേരത്ത് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു ട്രെയിൻ കയറ്റാനായിട്ട്. അത് എനിക്ക് വളരെ ഓർമ്മയുള്ളൊരു കാര്യമാണ് വലിയച്ചു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ഓർമ്മയിലില്ല, കാരണം ഞങ്ങൾ പരിഹാരത്തും മേലൂരൊക്കെ ആയിട്ടല്ലേ താമസിച്ചത്. അതുകൊണ്ട് പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് നല്ല ഓർമ്മയാണ്. വലിയച്ചിക്കും വളിയനും എല്ലാം ദീർഘായുസ്സും ആരോഗ്യം ഒരുപാട് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ മേരി അമ്മമ്മു. ഹാപ്പി ബർത്ത്ഡേ മേരി ആന്റി. ഹാപ്പി ബർത്ത്ഡേ മേരി. മേരി, ഞങ്ങൾ നിങ്ങളുടെ സ്പെഷ്യൽ കുക്കിങ്ങിൻ്റെ പോർക്കിറച്ചിയുടെയും ഇതിൻ്റെയൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. എപ്പോഴും ഇവിടെ പോർക്കിറച്ചി മേടിക്കുമ്പോൾ ഒക്കെ മേരീനെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം അച്ചാറുകളുണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടിയ പ്രചോദനത്തിൽ ഇപ്പം ഞാൻ കുറേ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, പലർക്കും കൊടുക്കാറുമുണ്ട് കേട്ടോ. Hello auntie, wish you a very happy birthday. May Lord bless you with a long and healthy life, full of beautiful moments with family and people around you. Enjoy your day. Take care. ഹായ് വില്ലേന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അമ്മാമ്മ കഴിഞ്ഞ അമ്മാമ്മയുടേതായ ഒരു കെയറിങ്ങും ഫീലിംഗും ഒക്കെ കൂടുതലും തോന്നിയിട്ടുള്ളത് വില്ലേന്റിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ. അത് ശരിക്കും തോന്നിയത് കഴിഞ്ഞ കൊല്ലം ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കഷ്ടപ്പെട്ട് വില്ലേങ്കളും കൂടി ട്രെയിൻ കയറി, അത് കഴിഞ്ഞ് ബസ് കയറി, അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു മാസക്കാലം ഇവിടെ വന്ന് ഒരു മാസക്കാലം ഞങ്ങളോടൊപ്പം ചെലവിട്ടു. ആ ഒരു മാസക്കാലം ശരിക്കും അമ്മാമ്മ തന്നിരുന്ന ആ ഒരു കെയറിങ്ങൊക്കെ ഞങ്ങൾക്ക് ശരിക്കും വില്ലേൻ്റെ ശരിക്കും അനുഭവിക്കാൻ സാധിച്ചു. പിന്നെയെന്ന് പറയാൻ ആ ഒരിടയ്ക്കാണ് ഞാൻ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വില്ലേൻ്റെയാണ് ആദ്യമായിട്ട് എൻ്റെ വണ്ടിയുടെ പിന്നിൽ ഇരുന്ന് ട്രാവൽ ചെയ്യാനായിട്ട് ആദ്യം ഒരു ധൈര്യം കാണിച്ചത് വില്ലേൻ്റെയാണ്. അതിനുശേഷം പലരും അവിടെ സ്കൂട്ടി കയറി തുടങ്ങിയത്. പിന്നെന്ന് പറയാൻ വില്ലേൻ്റെയും റോസ്ലാൻഡിയും ഭാവങ്ങൾ അങ്ങനെ ഈ കുടുംബത്തിലെ മൂത്ത ആളുടെയും ഇളയ ആൻറ്റിയുടെയും അങ്കിളുടെയും ജന്മദിനം ഒരു ദിവസം, അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഈ ദിവസത്തിൻ്റെ. അങ്ങനെ പിന്നെ വില്ലേൻ്റിയുടെ കട്ട്ലേറ്റും ചപ്പാത്തി ഭയങ്കര സ്പെഷ്യലാണ്. അതെപ്പോൾ വന്നാലും ഞങ്ങൾ ആളെ കൊണ്ട് അതൊക്കെ ഉണ്ടാക്കിപ്പിച്ച് ഞങ്ങൾ കഴിക്കാറൊക്കെ ഉണ്ട്. എനിവേ വില്ലേൻ്റിക്ക് സപ്തതിയുടെ ജന്മദിനാശംസകൾ, അതുപോലെ തന്നെ റോസ്ലാൻഡിക്ക് പിന്നെ പാവങ്ങൾക്കും ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday dear auntie. Happy birthday to you. ഹായ് ചേച്ചി, 70ാം പിറന്നാളിൻ്റെ ആശംസകൾ. പിന്നെ ചേച്ചിയെ പറ്റി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമ്മൾ പരിചയപ്പെട്ടത് ഒരു സ്നേഹിതൻ്റെ ഭാര്യ എന്നാണ്. 10-30 വർഷങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി പരിചയപ്പെട്ടത്. പിന്നെ ഇവിടെ ബാണ്ടുപ്പിലുള്ളപ്പോൾ എപ്പോഴും വരാനും പോകാനും എളുപ്പമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത്തിരി അകലെയാണെങ്കിലും നമ്മുടെ മനസ്സുകൾ ഒന്നാണ്. നമ്മുടെ മക്കളും വലിയൊരു കൂട്ട് ഫ്രണ്ട്ഷിപ്പിലാണ് നമ്മളെല്ലാം. ആ ഒരു സ്നേഹബന്ധം വെച്ച് ഞാൻ ചേച്ചിയെ വീണ്ടും ബർത്ത്ഡേ ആശംസകൾ പറയുന്നു. വിഷ് യു എ വെരി ഹാപ്പി 70th birthday and a healthy and more years of birthday to come. Thank you ചേച്ചി. ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ. ചേച്ചിയുടെ 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ചേച്ചിക്ക് എല്ലാവിധ പ്രാർത്ഥനകൾ ആശംസിക്കുന്നു. ചേച്ചി എൻ്റെ തലതൊട്ടമ്മയാണ്. അതുപോലെ തന്നെ എന്നെ ചെറുപ്പത്തിലെ കുർബാന സ്വീകരിക്കാൻ കൊണ്ടുപോയതും ചേച്ചിയാണ്. എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് ചേച്ചി. അപ്പോൾ ആ ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ഹായ് വലിമമ്മി സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വലിമമ്മീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ക്ലോസ് ടു ഹാർട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വളരെ അടുത്ത് നിൽക്കണ ചില അപൂർവ വ്യക്തികളിൽ ഒന്നാണ് എനിക്ക് വലിമമ്മി. എൻ്റെ ചെറുപ്പകാലം, എൻ്റെ ചൈൽഡ്ഹുഡ്, 3/4 ഭാഗം എൻ്റെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ചെറുപ്പകാലം വലിമമ്മിയുടെ ഒപ്പം തന്നെയായിരുന്നു ബാണ്ടുപ്പിൽ. വലിമമ്മിയുടെ സ്ട്രഗ്ലിങ്സും അല്ലെങ്കിൽ കഷ്ടപ്പാടും വളരെ അടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ.
ചെറുപ്പത്തിൽ ഞാൻ വല്യമ്മീനെ മാരി ബിസ്ക്കറ്റ് എന്നാണ് വിളിക്കുക. കാരണം വല്യമ്മയുടെ നെറ്റിമ ഇങ്ങനെ ചെറിയൊരു കുത്തുകളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ തമാശയ്ക്ക് മാരി ബിസ്ക്കറ്റ് എന്ന് വിളിക്കുക. അത് വല്യമ്മ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വെളുപ്പിനൊക്കെ ഞാനും വല്യമ്മയും അവിടെ ബാണ്ടുപ്പിൽ വെച്ച് വെളുപ്പിന് ഞങ്ങൾ 4 മണിക്കൊക്കെ എനിക്ക് വെള്ളം പിടിക്കാൻ പോണ കാര്യങ്ങളും അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചെറിഷിങ് ആയ ഒരു മൊമെൻറ്റ്സ് ആണ്. അത് ഭയങ്കര എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മൊമെൻറ്റ്സ് ബാണ്ടുപ്പിലായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻജോയ് ചെയ്ത ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് എൻ്റെ ബാണ്ടുപ്പിലായിരുന്നു. നല്ല നല്ല മൊമെൻറ്റ്സ്, ചിയർഫുൾ മൊമെൻറ്റ്സ്, നല്ല ബെസ്റ്റ് മൊമെൻറ്റ്സ് അവിടെയായിരുന്നു എനിക്ക്. അപ്പോൾ വല്യമ്മി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ യങ് ഗേൾസിനും, നമ്മുടെ തറവാട്ടിലുള്ള എല്ലാ യങ് ഗേൾസും ഹൗസ് വൈഫ്സിനും ഒരു നല്ലൊരു ട്രൂ ഇൻസ്പിറേഷനാണ്. ശരിക്കും പറഞ്ഞാൽ വല്യമ്മയുടെ ചില വേർച്യൂസ് നമുക്ക് വല്യമ്മയുടെ നിന്ന് പഠിക്കാൻ മതി. ചില വേർച്യൂസ് ഉണ്ട് വല്യമ്മയ്ക്ക്. അതായത് വല്യമ്മയ്ക്ക് നല്ല പേഷ്യൻസും നല്ല എൻഡ്യൂറൻസും നല്ലൊരു പീസ്ഫുള്ളാണ് ആള്. അധികം ഞാൻ അങ്ങനെ ആള് പാനിക് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. ആള് ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല പേഷ്യൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചില നല്ല വേർച്യൂസ് വല്യമ്മയുടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ വല്യമ്മയുടെ ഈ 70th ബർത്ത്ഡേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ. ദൈവം വല്യമ്മയെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വല്യമ്മയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം, സമാധാനമായിട്ട് ഇരിക്കുക. ഹാപ്പി ബർത്ത്ഡേ വല്യമ്മി. ഹാപ്പി ബർത്ത്ഡേ മേരിയമ്മ. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ വല്യമ്മി. ഗോഡ് ബ്ലെസ്. ഗോഡ് ബ്ലെസ് യു. ഹായ് വല്യേച്ചി. ഇന്നത്തെ ദിനം എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു ദിനമായിട്ട് മനസ്സിലേക്ക് വരാണ്. ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സമയങ്ങൾ ചേച്ചിയോടുകൂടെ ആയിരുന്നു. ഒരു പ്രവാസിയായിട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ ആ പ്രവാസത്തിന്റെ ആദ്യ വഴികളിലൂടെ കൈപിടിച്ച് നടത്തിയ ചേച്ചിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് മേഖലകളിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു വിദേശ നാട്ടിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് മുഴുവൻ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് അവിടെ എൻ്റെ ആവശ്യങ്ങളിലൊക്കെ എന്നെ സഹായിച്ചത് ചേച്ചിനെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെ വെച്ച് തന്നെ നല്ല നല്ല ഫ്യൂച്ചറിലേക്ക് നടക്കാനായിട്ട്, ലൈസൻസ് എടുക്കാനൊക്കെ ആയിട്ട് ചേച്ചി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ ഒക്കെ അല്ലതറിയാതെ ഓരോ നേരവും ഞങ്ങൾക്കായിട്ട്, എനിക്കായിട്ട് തന്നെ അവിടെ വന്നിരുന്ന ഒരാളും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയതായിട്ട് കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഗൾഫ് യാത്രകൾക്കൊക്കെ അതിന് വേണ്ടിയുള്ള സമയങ്ങൾ, ഇന്റർവ്യൂകൾ, കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരാനായിട്ട്, സമയങ്ങളിൽ പോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തു തരുന്നത് ചേച്ചിയായിരുന്നു. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നമ്മുടെ വീട്ടിൽ ഒരു അമ്മയല്ലായിരുന്നു, 2 അമ്മയായിരുന്നു. അധികം മക്കളുള്ള കുടുംബത്തില് മൂത്ത ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ എല്ലാ കടമകളും നിർവഹിച്ചിട്ടുണ്ട്. എനിക്ക് ചേച്ചി ഒരു 2ാമത്തെ അമ്മയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പകാലങ്ങളിലുള്ള രോഗങ്ങള്, അസ്വസ്ഥതകളിലൊക്കെ തേച്ച് ചരങ്ങൊക്കെ പിടിച്ച് ചൊറിയൊക്കെ പിടിച്ച സമയത്ത് തേച്ച് കഴുകാനും വൃത്തിയാക്കി തരാനും ഒക്കെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങളെ കൊണ്ടു നടക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇളയ ബാബിന് മുമ്പുള്ള റോസിനോടൊപ്പമുള്ള കുട്ടിയുടെ ഭരണ സമയത്തൊക്കെ ചേച്ചി ശരിക്കും ഒരു അമ്മയുടെ പ്രവർത്തനം തന്നെയാണ്. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിനോടൊപ്പവും, വീട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊപ്പവും അമ്മയായിട്ട് നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ചേച്ചി ചെയ്യാനായിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദിനം ഓർക്കുമ്പോൾ 70 വർഷങ്ങൾ അത് തൻ്റെ ഭവനത്തിന് വേണ്ടിയിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും കത്തി എരിഞ്ഞ് തീർന്ന ഒരു മെഴുകുതിരിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. സുവിശേഷം തന്നെ പറയുന്നത് വിളിക്കാനുസൃതമായിട്ട് ജീവിച്ച് ഭർത്താവിൻ്റെയും മക്കളുടെയും ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായി ഇപ്പോൾ ദൈവിക ഇടങ്ങളിൽ വസിക്കുക തന്നെ എന്ന് പറയാം. കാരണം പ്രാർത്ഥനയിലും വചനം ധ്യാനിച്ചും മറ്റ് ദൈവിക കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് ചേച്ചിക്ക് കഴിയുന്നുണ്ട്. അതിനുള്ള വരം ദൈവം തന്നിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന ആയുസ്സില് ദൈവത്തിന്റെ പദ്ധതികൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം നയിച്ചതാണ് എൻ്റെ മൂത്തങ്ങൾ എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് മക്കളുടെ ഉയർച്ചയും മക്കൾ എത്തിച്ചേർന്നപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ
അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ പാഠമാകാൻ, ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ പാഠമായി പഠിച്ച് ഞങ്ങളെ വളർത്തുവാൻ തന്നെ, മക്കളെ വളർത്തുവാൻ തന്നെ ഞങ്ങൾക്കതിന് ഒരു ജ്ഞാനമൊക്കെ ലഭിക്കാനുണ്ട്. അവരെ വളർത്തിയ കാര്യങ്ങൾ കാണുമ്പോഴും കണ്ടപ്പോഴും അവർ ഓരോ സ്റ്റെപ്പിലും അവർക്ക് പഠിക്കാൻ സമയങ്ങളിൽ പഠിക്കാനും ആഹാര സമയങ്ങളിൽ നല്ല ആഹാരങ്ങൾ നൽകുവാനും കുറച്ച് കഷ്ടങ്ങളിലൂടെയാണ്, വേദനയിലൂടെയാണ് കടന്നുപോയതെങ്കിലും ദൈവം അവസാനം ഒരു വിജയം തന്നെ ചേച്ചിക്ക് നൽകുവാനായിട്ട് അതിന് കാരണമായി തീർന്നു എന്നാണ് പറയാനുള്ളത്. ഞങ്ങളുടെ വിവാഹമാണ് എനിക്ക് തോന്നുന്നത് ചേച്ചി വിവാഹം കഴിഞ്ഞ ശേഷം പോയതിനു ശേഷം ആദ്യമായിട്ട് കൂടുന്നെന്ന് എനിക്ക് തോന്നുന്നു. അത് അന്ന് അളിയൻ ഗൾഫിൽ നിന്ന് വരുന്നൊരു സമയമായിരുന്നു. അന്ന് ആ ആഗ്രഹത്തിനൊത്ത് എൻ്റെ വിവാഹം ക്രമീകരിക്കപ്പെടുകയും ആ വിവാഹത്തിന് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു. പ്രത്യേകം ഓർക്കുന്നു. എനിക്ക് ചേച്ചീനെ എത്ര ആത്മാർത്ഥയുണ്ടെന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാരണം തന്നെ, ഞങ്ങൾ അത് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന കാറില് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നപ്പോ അന്ന് വിജിക്ക് നിർബന്ധമായിരുന്നു ചേട്ടന്റെ മടിയിൽ തന്നെ ഇരിക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുടി വന്നത് വിജീനെ ചേട്ടന്റെ മടിയിൽ ഇരുത്തിയിട്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ചേച്ചിയായിട്ടും ആ കുടുംബമായിട്ട് അത്രയും കണക്ഷൻ ഉണ്ടാവണം, അല്ലാതെ പിന്നെ ഒരു കുടി വരുമ്പോഴൊക്കെ മടിയിലിരുത്തിയൊക്കെ കൊണ്ടുവരാം. അത്രയും ഇതുണ്ട്. മാണ്ടൂപ്പില് 2 ആഴ്ച നിന്ന ആ ഒരു ദിവസങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്നത്തെ ആ ചേച്ചിയുടെ കാലത്ത് തന്നെയുള്ള ഒരു അവസ്ഥ, ഒരു ഇഡ്ഡലി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും ടേസ്റ്റിലൊരു ഇഡ്ഡലി തിന്നിട്ടില്ല. ഇനിയോട്ട് തിന്നാൻ കിട്ടുമെന്ന് തോന്നണില്ല. കാരണം അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അതും ആ ചട്നിയും കൂടി കാലത്ത് തന്നെ തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു അതിന്. പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴായാലും വന്ന് ബോംബെക്കാരൊക്കെ വരണമെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വരുന്ന പറഞ്ഞാൽ പിന്നെ നമ്മുടെ വലിയേട്ടൻ അത് വീട്ടിൽ നിന്ന് പോവില്ല. വരണ തലേ ദിവസം തുടങ്ങി വീട്ടിലായിരിക്കും. രാത്രി ആളൊരു 3 മണി ആകുമ്പോഴേക്കും എഴുന്നേറ്റ് വന്ന് എല്ലാവരും വിളിച്ചെരിപ്പിച്ചുള്ള ഒരു പിള്ളേരൊക്കെ കൂടെയുള്ള ആ ഒരു കളി ചിരി. പിന്നെ ചേട്ടൻ എനിക്ക് തോന്നാ പിന്നെ വീട്ടിൽ നിന്ന് പോണത് വെള്ളിയാഴ്ച പോയി കഴിയുമ്പോഴായിരിക്കാം. അത്രയും ഒരു സന്തോഷമായിരുന്നു. ശരി, ഞങ്ങളുടെ കല്യാണത്തിനാണ് ചേച്ചി വന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മക്കളുടെ കല്യാണങ്ങളിലും ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിനാണ് ചേച്ചി നിങ്ങളെല്ലാവരും കൂടി വന്നേക്കണത്. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചിക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ആ ഒരു ബർത്ത്ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് വർഷങ്ങൾ ജീവിച്ച് പേരക്കുട്ടികളെ കണ്ട് അതിൻ്റെ പേരക്കുട്ടികളെ കണ്ട് അതിൻ്റെ പേരക്കുട്ടികളെ കണ്ട് അങ്ങനെ ദീർഘായുസ് നേർന്നുകൊണ്ട് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു ചേച്ചി. ഈ ബന്ധങ്ങളില് കൂടുതലായിട്ട് അതിന്റെ ഊഷ്മളതയൊക്കെ അറിയാൻ കഴിഞ്ഞത് ചേച്ചിയുടെ അടുത്ത് വരുമ്പോഴാണ്. ഒരു അമ്മയുടെ തന്നെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള പരിചരണം, അതേപോലെ തന്നെ പ്രാർത്ഥന, അതേപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധങ്ങൾക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുവാനായിട്ട് ചേച്ചി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ മനസ്സും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ഓരോ മനസ്സിൻ്റെയും തിരിച്ചറിഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് സംസാരിക്കുവാനും അവരെ കയ്യിലെടുക്കാനും ഇങ്ങനെ ചെയ്യാനും ചില വഴക്കുകളിൽ നിന്ന് വിടുതലിന് വേണ്ടിയിട്ട് ഓരോരുത്തരും വിളിച്ച് സംസാരിക്കുമ്പോഴും അവരെ കൂടുതലായിട്ട് ഇനികൂടി ഡീപ്പായിട്ടുള്ള സ്നേഹത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ചേച്ചിയുടെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചേച്ചിക്ക് ചേർന്ന ഒരു ജീവിത പങ്കാളിയെ ലഭിച്ചു. ആ സമയങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ വരീസളിനെ അത്ര സ്നേഹിച്ച് കൊണ്ടു നടന്ന് ആരോഗ്യകരമായിട്ടും മാനസികമായിട്ടും വളർത്തിക്കൊണ്ടുവരാനായിട്ട് ചേച്ചിയുടെ പങ്ക് വലുതായിരുന്നു. എനിക്ക് തോന്നുന്നു ദൈവം ഇങ്ങനെയുള്ള മക്കൾക്കാണ് ആയുസ്സും ആരോഗ്യവും കൂടുതലായിട്ട് നൽകുക. എത്ര രോഗങ്ങളും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കൃപ ആ ആയുസിന്റെ ഒരു ശക്തിയാണ്, കർത്താവ് തരുന്ന ദാനമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഞങ്ങളുടെ മൂത്ത ചേച്ചിയായിട്ട് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവേശ്വരന്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ വേരുകളെയും എല്ലാ കൈച്ചില്ലകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയങ്ങൾ ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിന് ഫലം കൊണ്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഉദ്രിത്തോട്ടത്തിലെ ഒരു ചെടിയായിട്ട് ചേച്ചി വളർത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിനത്തിൽ ദൈവം തരുന്ന വലിയ സൗഖ്യങ്ങൾക്കും വലിയ സ്നേഹത്തിനും വലിയ സമ്മാനങ്ങൾക്കും പേരക്കിടാങ്ങളോടൊപ്പം ഞങ്ങളും ആ സ്നേഹത്തിനും ഈ ഊഷ്മളമായിട്ടുള്ള ബർത്ത്ഡേ ആഘോഷത്തിനും ഞങ്ങളും പങ്കുചേരുന്നു. ഈ ദിനത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും ദൈവം തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി.